ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കറി റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് നോൺ വെജ് വെക്കുമ്പോഴും അതിൽ നമ്മൾ മല്ലിയില ഇടുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അതിനോട് കൂടി കഴിക്കുന്ന ചപ്പാത്തിയിൽ എന്താ മല്ലിയില ഇട്ടാലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചാൽ മല്ലിയില ഇട്ട ചപ്പാത്തിക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചു. നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ട് പരത്തുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഈ മല്ലിയിലര തുമ്പില്ല, അതായത് കടവശം എടുക്കാണ്ട് തുമ്പത്ത്, അപ്പോൾ ഇലയല്ല അല്ലെങ്കിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പരത്തിയ ചപ്പാത്തിയുടെ ഉള്ളിൽ അത് വെക്കുക. എന്നിട്ട് നമ്മളൊന്ന് പരത്താം. അപ്പോൾ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ മല്ലിയിലമ്മ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചപ്പാത്തി ആകെ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നന്നായി കഴുകി വാല വെച്ചിട്ട് വെള്ളമൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് തുടയ്ക്കുക, നന്നായി ഡ്രൈ ആക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയിൽ ഇങ്ങനെ ചുട്ട് നോക്കാം, ഇങ്ങനെ ഇട്ടിട്ട് പരത്തി അത് ചുട്ട് നോക്കാട്ടോ. അപ്പോൾ ചുടുന്ന സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യൊക്കെ പരത്തിയല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി വന്നപ്പോൾ വലിയ ചപ്പാത്തി എൻ്റെ ചപ്പാത്തി ചുടുന്ന പാത്രത്തിൽ കൊള്ളാണ്ടായി. എന്നാലും കുഴപ്പമില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് എണ്ണയ്ക്ക് ഒഴിച്ച് നന്നായി അങ്ങോട്ട് മൊരിച്ചെടുത്തോട്ടെ ചപ്പാത്തിനെ വേണ്ട. അപ്പോൾ ഇലകൾ കണ്ടിട്ട് നിങ്ങൾ കാണണം മല്ലിയില. അപ്പം ഞാൻ വിചാരിച്ചു അതിന് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു 5-6 ചപ്പാത്തി അങ്ങനെ ചുട്ട് നോക്കി. അപ്പോൾ അങ്ങനെ പോളകളൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചപ്പാത്തിയുടെ ഓരോ സൈഡ് ഇട്ടാൽ ഇലയില്ലാത്ത ഭാഗത്താണ് വീർത്ത് വരുന്നത്. എന്നിട്ട് ഞാനത് കഴിക്കാൻ ചിക്കൻ കറിയൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഏത് കറിയിലായാലും മല്ലിയില ഇടില്ല. അപ്പം എന്നാൽ പിന്നെ മല്ലിയില ഇട്ട ചപ്പാത്തി ഒന്ന് ചുട്ടിട്ട് തിന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വലിയ ടേസ്റ്റ് മാറ്റൊന്നുമില്ല. ഇടയ്ക്കൊന്ന് മല്ലിയില കടിക്കും എന്നുള്ളൂ. എന്നാലും ഒരു പ്രത്യേകത പോലെ എനിക്ക് തോന്നി, കുറച്ച് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയോളൂ. എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയോളൂ. അപ്പോൾ അതെങ്ങനെയുണ്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നോക്കിയോളൂ കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഒരു ചെറിയൊരു അങ്ങനെ കടിക്കുമ്പോൾ ചെറിയ മല്ലിയില ഇതൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.